സിനിമ? എനിക്ക് ബേസിക്കലി കുടുംബമായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ വിഷയ സിനിമ. അടിപൊളി അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോര തെറിക്കും നമ്മളെ, ചോര മാതിരി. ഒരു കഥ മനസ്സിലാവാഞ്ഞിട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ബ്രൂട്ടലാണ്, നല്ല അന്യായ ബ്രൂട്ടലാണ്, പിള്ളേരെ വരെ അടക്കം കൊല്ലുന്ന ഒരു ബ്രൂട്ടലാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ബോളിവുഡിലെ കാണുന്ന പോലെ നായകന്റെ സൈഡിൽ കുറച്ച് പേര് ആവുകയാണെങ്കിൽ നമുക്കൊരു ഇമോഷനൊക്കെ ഓക്കെ ആക്കാം. പക്ഷെ ഇത് നായകന്റെ ഫുള്ള് ലോസ്. നായകൻ കൊടുക്കുന്ന വാക്കുമില്ല, ഒരു പണ്ടാരം ഇല്ല. നായകൻ മൊത്തത്തിൽ ഇടിഞ്ഞ് താന്നു പോയിട്ട് അവസാനം പൊങ്ങി വരുന്നു. രജനീകാന്ത് ഒന്നുമല്ല, ഇത് നല്ല വയലൻസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ വയലൻസ് കാണിക്കാൻ വേണ്ടി അമ്മാര് ഹൈപ്പിലങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. ഇമോഷൻസ് നായകനുണ്ടെന്ന് കാണിക്കാൻ അതും കുറെ ഹൈപ്പിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് സൂഹിക്കത്തില്ല. കുറെ വയലൻസ് ഇങ്ങനെ മലയാളത്തിൽ ഇറങ്ങിയെന്ന് കുറെ കാണിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. മേക്കിംഗ് അടിപൊളിയാണെങ്കിലും കുറെ സ്ഥലത്തൊക്കെ നല്ല ലാഗ് നമുക്ക് അടിക്കും. മനസ്സിലായില്ല, നമുക്കൊരു ലോജിക്ക് നീങ്ങുന്നില്ല. മലയാളത്തിലെന്ന് പറഞ്ഞാൽ കൂടുതൽ ലോജിക്കല്ലേ വെക്കുന്നത്. ഈ തെലുങ്കിലൊക്കെയാണ് കുഴപ്പമില്ല, പക്ഷെ മലയാളത്തിലൊക്കെ നല്ല ലോജിക്ക് നോക്കുന്നത്. ഇതുകൊണ്ട് ലോജിക്ക് അല്ല ഇത്. അത് ആക്രമിക്കാൻ പിന്നെ കുറെ തോക്കുമായിട്ട് വരും, പിന്നെ വരുമ്പോൾ അത് കാണത്തില്ല. അവസാനം സെക്കൻഡ് ഹാഫ് പൊളി, അടിപൊളി. വയലൻസ് ഭയങ്കര വയലൻസ് അല്ല, അതിന്റെ അപ്പുറം. ഇത് വയലൻസ് എന്ന് വിളിക്കാൻ പറ്റൂല. വയലൻസ് എന്ന് പറഞ്ഞില്ല, ഇത് ഡയറക്ടറിന് ഭ്രാന്താണെന്ന് തോന്നുന്നു. ഇമാതിരി പടമൊക്കെ എടുത്ത പൊളിപ്പടം ഇപ്പൊ കാണാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫാമിലി ആയിട്ട് പോയി കാണാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അതിനനുസരിച്ച് വയലൻസും എല്ലാ കാര്യവും ഇതിലുണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ നമ്മൾ ഇന്ത്യൻ മങ്കി മാനൊക്കെ കണ്ടിട്ടുണ്ട്, ജോൺ വിക്ക്. ഈ ഒരു കമ്പാരിറ്റീവ്ലി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നൊരു സംഭവമാണ്. സ്റ്റോറി പ്രതീക്ഷ വരാതിരുന്നാണ് നല്ലത്. നമ്മള് മാർക്കോ ആ ഒരു ക്യാരക്ടർ ബേസ് വന്നു കഴിഞ്ഞാൽ കിട്ടില്ലായിരിക്കും. പക്ക ആക്ഷൻ എന്ന് വെച്ചാൽ നമ്മള് ബ്രൂട്ടാലിറ്റി ആ ഒരു പക്ക ലെവലിലുണ്ട്. പീക്ക് മൂമെന്റ് എന്ന് പറയാം. ഞാൻ ഈ വർഷം കണ്ടതിൽ ഏറ്റവും കിട്ടില്ല മൂവി എന്ന് വേണമെങ്കിൽ ഇത് പറയാം. അവൻ പറഞ്ഞൊക്കെ തന്നെ. പിന്നെ ബ്രൂട്ടാലിറ്റിയുടെ കാര്യത്തിലും കള്ള ഗ്രേഡിങ് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ഷോക്കായെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഇത്തിരി ഡ്രാമ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ എൻഡിങ് ഇത്തിരി ക്ലിഷ ആയിരുന്നെങ്കിലും, പക്ഷെ ബ്രൂട്ടാലിറ്റിയുടെ കാര്യത്തിൽ പിന്നെ ലാസ്റ്റ് കൊന്ന വില്ലനെ ഇത്തിരി കൂടി ടോർച്ചർ ചെയ്യണമെന്ന് ഇത്തിരി അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ, പിന്നെ ലാസ്റ്റ് അവനെ സിമ്പിൾ അത് തന്നെ. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരി സിമ്പിൾ ആയി പോയി. പക്ഷെ എല്ലാം കൊണ്ടും ഇന്ത്യൻ മൂവീസ് വെച്ച് നോക്കുമ്പോൾ എല്ലാം കൊണ്ടും കിടില്ല. കൊള്ളാം, നല്ല ത്രില്ലറാണ്. നല്ല പടമായിരുന്നു. അത്യാവശ്യം നല്ല വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 100% റെക്കമെൻഡ്. വയലൻസ് ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടു. വയലൻസ് തന്നെ, കട്ട വയലൻസ് ആണ്. ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ ഭയങ്കര ഫാമിലി ആയിട്ടൊന്നും പറ്റത്തില്ല. അടിപൊളി പടമായിരുന്നു. നല്ല വയലൻസ് ഉണ്ടായിരുന്നു, മസ്റ്റ് ആയിട്ട് കാണണം. ചോര പുഴയാണ്. നല്ല വയലൻസ്, നല്ല കട്ട വയലൻസ് ആണ്. കില്ലിനെയും കാട്ടി 10 ഇരട്ടി വരും സത്യം പറഞ്ഞ. മലയാള സിനിമയിലെ ഏറ്റവും വലിയ വയലൻസ് ബാക്കിൽ വണ്ടി. ഇന്ത്യൻ ലെവലിൽ വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം. അത്ര അടിപൊളി പടമാണ് സത്യം പറഞ്ഞ. മസ്റ്റ് ആയിട്ട് കാണണം എന്നാണ് എന്റെ അഭിപ്രായം.